സ്വർണ്ണപ്പാളി വിവാദത്തിലും അയ്യപ്പ സംഗമത്തിലും നിയമസഭയിലും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് വി ഡി സതീശൻ ഏറ്റെടുത്തുവെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തുടർച്ചയായ 3 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സംഭവം. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 52(7) പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. കോടതി പരിഗണനയിലുള്ള വിഷയം മുൻപ് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ തിരുത്തി. പ്രതിപക്ഷത്തെ പരിഹസിച്ച് മന്ത്രിമാരായ P രാജീവും MP രാജേഷും. എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ദേവസ്വം ബോർഡ് പിൻവലിച്ചു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.